നമസ്കാരം, സൂര്യരാശിഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ പി ബി രാജേഷ്, ആസ്ട്രോളജർ ആൻഡ് ജെം കൺസൾട്ടൻറ്റ്. 2026 ജൂലൈ മാസം 26 മുതൽ ഓഗസ്റ്റ് 2 വരെയുള്ള ഫലങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. മേടം അഥവാ ഏരിസ് മാർച്ച് 22 മുതൽ ഏപ്രിൽ 20 വരെ ജനിച്ചിട്ടുള്ളവർക്ക് പലവിധ തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ നേരിടേണ്ടി വരാനുള്ള സാധ്യത കൂടുതലാണ്. നേരത്തെ തീരുമാനിച്ചിരുന്ന യാത്രകൾ മാറ്റിവെക്കേണ്ടി വരാം. കുടുംബത്തിൽ ചില അസ്വസ്ഥതകളും കുടുംബാംഗങ്ങളിൽ നിന്നുള്ള എതിർപ്പുകളൊക്കെ നേരിടേണ്ടി വരാം. അമ്മയുടെ ആരോഗ്യസ്ഥിതിയും മോശമാകാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. വാഹന യാത്രകൾ മാറ്റിവെക്കേണ്ടി വരും. വാഹനത്തിന് കേടുപാടുകൾ സംഭവിക്കാം. വാഹനത്തിന് വേണ്ടിയുള്ള ചിലവുകൾ അധികമാകാനൊക്കെ യോഗം കാണുന്നുണ്ട്. എന്നാൽ ഉന്നത ബന്ധങ്ങളും സൗഹൃദങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വാരമാണ്. ആഴ്ചയുടെ തുടക്കം മാറിക്കഴിഞ്ഞാൽ, ആരംഭം മാറിക്കഴിഞ്ഞാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ ഗുണകരമായിട്ട് വരുന്നതാണ്. പല കാര്യങ്ങളും ഭാഗ്യം കൊണ്ട് നേടിയെടുക്കാനും പുതിയ ബിസിനസ് ആരംഭിക്കാനൊക്കെ സാധിക്കുന്ന ഒരു വാരമാണ് ഇത്. ഇടവം അഥവാ ടോറസ് ഏപ്രിൽ 21 മുതൽ മെയ് 21 വരെ ജനിച്ചിട്ടുള്ളവർക്ക് പല കാര്യങ്ങളും ഉദ്ദേശിക്കുന്നത് പോലെ നടക്കാൻ സാധ്യത കൂടുതലുള്ള ഒരു സമയമാണ്. ദൈവാധീനം കൊണ്ട് തന്നെ പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. പങ്കാളിയെ കൊണ്ടും സുഹൃത്തുക്കളെ കൊണ്ടും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ അഭിവൃദ്ധിയും നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ സാധിക്കുന്നതാണ്. പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കാനും കമിതാക്കളുടെ അല്ലെങ്കിൽ വിവാഹാലോചന നടത്തുന്ന യുവാക്കളുടെയൊക്കെ വിവാഹം തീരുമാനിക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. എന്നാൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വാരമാണ്. തുടക്കത്തിൽ നല്ല നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. വാരാന്ത്യവും ശുഭകരമായിരിക്കും. എന്നാൽ മധ്യേ ഉള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ അത്ര ഗുണകരമായി വരണമെന്നില്ല. ചില തടസ്സങ്ങളൊക്കെ നേരിടേണ്ടി വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. മിഥുനം അഥവാ ജെമിനി മെയ് 22 മുതൽ ജൂൺ 21 വരെ ജനിച്ചിട്ടുള്ളവർക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശത്രുക്കളിൽ നിന്നുള്ള എതിർപ്പുകൾ നേരിടേണ്ടി വരാം. പല കാര്യങ്ങളും ആലോചിച്ച് അനാവശ്യ ടെൻഷനുകളും മനക്ലേശങ്ങളും വരാനുള്ള സാധ്യതയുണ്ട്. അമ്മയുടെ ആരോഗ്യകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. പഠന കാര്യങ്ങളിൽ പുറകോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. 100 മാർക്കിന് പഠിച്ചാൽ ചിലപ്പോൾ 60 മാർക്കായിരിക്കും പരീക്ഷ എഴുതുമ്പോൾ കിട്ടാനുള്ള സാധ്യത. അതുകൊണ്ട് കൂടുതൽ എഫർട്ട് ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. 120 200 മാർക്ക് കിട്ടാൻ വേണ്ടി പഠിച്ചാലായിരിക്കും ഒരു പക്ഷേ 80 90 മാർക്ക് കിട്ടുന്നത്. ആ പഠന കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലൊക്കെ പ്രതീക്ഷിച്ച വിജയം കിട്ടിയില്ലെന്ന് വരാം. അങ്ങനെ ഉള്ളൊരു സമയമാണ്. പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ നടത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. തൊഴിൽ രംഗത്തും ചില ബുദ്ധിമുട്ടുകളൊക്കെ നേരിടാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അപവാദങ്ങളും ആരോപണങ്ങളും കേൾക്കാനിടയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. കർക്കിടകം അഥവാ ക്യാൻസർ ജൂൺ 22 മുതൽ ജൂലൈ 23 വരെ ജനിച്ചിട്ടുള്ളവർക്ക് ഉദ്ദേശിക്കുന്ന പോലെ പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. സ്വന്തമായി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിജയിപ്പിക്കാൻ സാധിക്കും. പുതിയ ബിസിനസ്സോ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. ബന്ധുക്കളുമായിട്ട് ചേർന്ന് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. ബന്ധുക്കളുടെ സഹായം ലഭിക്കാനും ബന്ധുക്കളെ സന്ദർശിക്കാനും അല്ലെങ്കിൽ ബന്ധുക്കൾ നമ്മളെ സന്ദർശിക്കാനും ഒക്കെ സാധ്യതയുള്ളൊരു സമയമാണ്. പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാനും പുതിയ ചുമതലകൾ ലഭിക്കാനും പുതിയ ജോലിയിൽ പ്രവേശിക്കാനും ഒക്കെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. ആഗ്രഹിക്കുന്ന പോലെ പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. കുടുംബജീവിതം സമാധാനവും സന്തോഷവും നിറഞ്ഞതായി മാറുകയും ചെയ്യുന്നതാണ്. ചിങ്ങം അഥവാ ലിയോ ജൂലൈ 24 മുതൽ ഓഗസ്റ്റ് 23 വരെ ജനിച്ചിട്ടുള്ളവർക്ക് കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളും ഒന്നിച്ചുള്ള അല്ലെങ്കിൽ കുടുംബാംഗങ്ങളും ഒന്നിച്ചുള്ള ഒരു യാത്രക്ക് സാധ്യത കൂടുതലാണ്. പുതിയ വീട് നിർമ്മിക്കാൻ ആരംഭിക്കാവുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ പുതിയ വീട്ടിലേക്ക് താമസം മാറാൻ അനുകൂലമായിട്ടുള്ളൊരു കാലമാണ്. പുതിയ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം അനുകൂലമായിട്ടുള്ള സമയമാണ്. വീടുമായിട്ട് ബന്ധപ്പെട്ട ഏത് ശുഭകാര്യങ്ങൾക്കും ശ്രമിക്കാവുന്നൊരു സമയമാണ്. പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും അനുകൂലമായിട്ടുള്ളൊരു കാലമാണ്. പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങണം അല്ലെങ്കിൽ പുതിയ മോഡലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്നൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. പങ്കാളിയിൽ നിന്ന് ചില എതിർപ്പുകളൊക്കെ ഉണ്ടാവുമെങ്കിലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. കന്നി അഥവാ വിർഗോ ഓഗസ്റ്റ് 24 മുതൽ സെപ്റ്റംബർ 23 വരെ ജനിച്ചിട്ടുള്ളവർക്ക് സാമ്പത്തികമായിട്ട് വളരെയധികം നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു കാലമാണ്. എന്നാൽ പലവിധ പ്രതീക്ഷിക്കാത്ത വിഘ്നങ്ങളും തടസ്സങ്ങളൊക്കെ നേരിടേണ്ടി വരാം. ദമ്പതികൾ തമ്മിൽ അകന്നു കഴിയേണ്ടി വരാനോ പാർട്ട്നേഴ്സ് തമ്മിൽ അകന്നു പോകാനോ ഒക്കെ സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങളിലെല്ലാം ശ്രദ്ധിക്കുക. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ കൂടുതൽ ശ്രദ്ധ പങ്കാളിയുടെ കാര്യത്തിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. കുടുംബജീവിതത്തിലും അത് ബാധിക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്.
അതുകൊണ്ട് പങ്കാളിയുടെ ആവശ്യങ്ങൾ കൂടി അറിഞ്ഞ് പരിഗണിച്ച് അവരോടുകൂടി ആലോചിച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നത് വലിയ പ്രശ്നങ്ങളില്ലാതെ കുടുംബജീവിതം അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കുന്നതാണ്. ദൈവാധീനം ഉള്ളതുകൊണ്ട് വലിയ ദോഷങ്ങളൊന്നും വരാതെ അതെല്ലാം തരണം ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. സാമ്പത്തികമായിട്ട് ഒരു കാരണവശാലും ഭയപ്പെടേണ്ട കാര്യമില്ല. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. തുലാം അഥവാ ലിബ്ര, സെപ്റ്റംബർ 24 മുതൽ ഒക്ടോബർ 23 വരെ ജനിച്ചിട്ടുള്ളവർക്ക് സാമ്പത്തികമായി വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണ്. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം നേടാൻ സാധിക്കും. തുടർ പഠനത്തിനോ ഉപരിപഠനത്തിനോ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം സാധ്യതയുള്ളൊരു സമയമാണ്. നിർത്തിവെച്ചിരുന്ന പഠനമൊക്കെ പുനരാരംഭിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരാനുള്ള യോഗം കാണുന്നുണ്ട്. ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ചെയ്തു തീർക്കാനും യോഗമുള്ളൊരു സമയമാണ്. പങ്കാളികൾ തമ്മിൽ ചില അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. കുടുംബ പരദേവതയോ അല്ലെങ്കിൽ ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നത് ഒരു പരിധിവരെ ദോഷങ്ങൾക്ക് പരിഹാരമായി മാറുന്നതാണ്. തൊഴിൽ രംഗത്ത് ചില ബുദ്ധിമുട്ടുകളൊക്കെ നേരിടാനും സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രവർത്തന മേഖലയിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. വൃശ്ചികം അഥവാ സ്കോർപിയോ, ഒക്ടോബർ 24 മുതൽ നവംബർ 23 വരെ ജനിച്ചിട്ടുള്ളവർക്ക് സൽക്കാരങ്ങളിലും മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. എല്ലാ കാര്യങ്ങളും ഉത്സാഹത്തോടു കൂടി ചെയ്തു തീർക്കാൻ സാധിക്കും. പുതിയ സൗഹൃദങ്ങളും പ്രണയബന്ധങ്ങളൊക്കെ ഉടലെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യ കാര്യത്തിൽ ചെറിയ പ്രശ്നങ്ങൾ, നീരുവീഴ്ച, പനി, ജലദോഷം മുതലായ പകർച്ചവ്യാധികൾ പോലും പിടിപെടാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അനാവശ്യ ചിന്തകളും മനക്ലേശങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മക്കളുടെ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടുള്ള വ്യാധികളും ടെൻഷനൊക്കെ ഉണ്ടാകാനും സാധ്യത കൂടുതലാണ്. ദൈവാധീനമുള്ള സമയമായതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കാനും തീർത്ഥയാത്ര നടത്താനും പുണ്യകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകാനും ഒക്കെ ഈ ഒരു ആഴ്ച സാധ്യത കൂടുതലാണ്. ധനു അഥവാ സജിറ്റേറിയസ്, നവംബർ 23 മുതൽ ഡിസംബർ 22 വരെ ജനിച്ചിട്ടുള്ളവർക്ക് ദൈവാധീനം കുറഞ്ഞ ഒരു സമയമാണ്. പല കാര്യങ്ങളും പ്രതീക്ഷിക്കാത്ത രീതിയിൽ തടസ്സപ്പെടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പുതിയ സംരംഭങ്ങൾക്കൊന്നും ഈ ഒരു വാരം അനുകൂലമല്ല. കുടുംബത്തിലും സമാധാനക്കേടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വാഹന സംബന്ധമായിട്ടുള്ള കേടുപാടുകളോ അല്ലെങ്കിൽ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളോ വാഹനത്തിന് വേണ്ടിയിട്ടുള്ള അധിക ചിലവുകളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. പഴയ വാഹനം മാറ്റി വാങ്ങാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. വീട് വിട്ട് കഴിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും യോഗം കാണുന്നുണ്ട്. വിദേശ പര്യടനത്തിനോ വിദേശ യാത്രക്കോ വിദേശ ജോലിക്കോ വിദേശ പഠനത്തിനോ ഒക്കെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. എല്ലാ കാര്യങ്ങൾക്കും പല തടസ്സങ്ങളും കഷ്ടപ്പാടുകളും നാട്ടിൽ നിൽക്കുകയാണെങ്കിൽ അധികമായിരിക്കും. നാട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ പല ദുരിതങ്ങളും കുറയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്നും മാറുന്നതാണ് ഉത്തമം. മകരം അഥവാ കാപ്രിക്കോൺ, ഡിസംബർ 23 മുതൽ ജനുവരി 20 വരെ ജനിച്ചിട്ടുള്ളവർക്ക് വളരെയധികം ദൈവാധീനമുള്ള ഒരു സമയമാണ്. പങ്കാളിയെ കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാകുന്നൊരു കാലമാണ്. സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ സാധിക്കും. ഉദ്ദേശിക്കുന്നത് പോലെ പല കാര്യങ്ങളും നേടിയെടുക്കാനും കുടുംബ സ്വത്ത് അല്ലെങ്കിൽ പൂർവിക സ്വത്തൊക്കെ കൈവശം വന്നു ചേരാനും പങ്കാളിയുടെ സഹായം ലഭിക്കാനും ഒക്കെ ഈ ഒരു വാരത്തിൽ കൂടുതൽ സാധ്യത കാണുന്നുണ്ട്. എന്നാൽ മനക്ലേശവും മക്കളെക്കുറിച്ചുള്ള ടെൻഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കാനും പുണ്യകർമ്മങ്ങളിൽ പങ്കെടുക്കാനും ഒക്കെ സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. പുതിയ ചുമതല ഏൽക്കാനോ പുതിയ ജോലിയിൽ പ്രവേശിക്കാനോ ഒക്കെ ഈ ഒരാഴ്ച ശ്രമിച്ചാൽ വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു സമയമാണ്. പല കാര്യങ്ങൾക്കും അനുകൂലമായിട്ടുള്ളൊരു വാരമാണ് ഇത്. കുംഭം അഥവാ അക്വേറിയസ്, ജനുവരി 21 മുതൽ ഫെബ്രുവരി 19 വരെ ജനിച്ചിട്ടുള്ളവർക്ക് പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്ന പോലെ നടക്കാതെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് വളരെയധികം കരുതലോടെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നത് നന്നായിരിക്കും. ചില കാര്യങ്ങൾക്ക് പല പ്രാവശ്യം പരിശ്രമിക്കേണ്ടതായിട്ട് വരും. ഒറ്റ പ്രാവശ്യം കൊണ്ട് പോയാൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ സമയദോഷം കൊണ്ട് ഇപ്പോൾ 2 പ്രാവശ്യം പോകേണ്ടി വരാം. നമ്മൾ ചെല്ലുമ്പോൾ കാണേണ്ട ആൾ അവിടെ ഇല്ലാതെ ഇരിക്കാം. അങ്ങനെ പല കാര്യങ്ങൾക്കും ഡിലേ, കാലതാമസം വരാൻ സാധ്യത കൂടുതലാണ്. ദൈവാധീനത്തിൻ്റെ ഒരു കുറവാണ് കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് പ്രാർത്ഥനകളും വഴിപാടുകളും മറ്റും മുടങ്ങാതെ നടത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നേർച്ചകളും വഴിപാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പ്രത്യേകമായിട്ട് നടത്തുക. അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർ കാലത്ത് പോകാമെന്ന് വിചാരിക്കും. രാവിലെ മഴ പെയ്യും, അല്ലെങ്കിൽ അപ്പോൾ വൈകുന്നേരത്തേക്ക് മാറ്റി വെക്കും. അപ്പോൾ വൈകുന്നേരം ഒരു ഗസ്റ്റ് വരും, ആ പരിപാടിയെ നടക്കില്ല. ദൈവാധീനം കുറഞ്ഞ സമയത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് മാറ്റി വെക്കാതെ എപ്പോഴാണ് പോകണമെന്ന് വിചാരിക്കുന്നത് ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ പോകാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നാളെ രാവിലത്തേക്ക് വെക്കുക.
ഇതാണ് ഈ ആഴ്ചയുടെ പ്രത്യേകത. മീനം അഥവാ പിസസ്. ഫെബ്രുവരി 20 മുതൽ മാർച്ച് 21 വരെ ജനിച്ചിട്ടുള്ളവർക്ക് വളരെയധികം ഭാഗ്യമുള്ളൊരു വാരമാണ്. പല കാര്യങ്ങളും ഭാഗ്യം കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കും. ഉദ്ദേശിക്കുന്നത് പോലെ പല കാര്യങ്ങളും നടക്കുന്ന ഒരു സമയമാണ്. കുടുംബാംഗങ്ങളുടെയും ബന്ധുക്കളുടെയൊക്കെ സഹായം ലഭിക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. മനസ്സമാധാനവും സന്തോഷമൊക്കെ നിലനിൽക്കുന്നൊരു വാരമാണ്. കുടുംബജീവിതവും സന്തോഷകരമായിട്ട് മാറും. ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചപ്പെടാനുള്ള സാധ്യതയുണ്ട്. അസുഖമൊക്കെ ആയി ആശുപത്രിയിലൊക്കെ കഴിഞ്ഞവർക്കൊക്കെ ആരോഗ്യം വീണ്ടെടുക്കാനുള്ള യോഗം കാണുന്നുണ്ട്. നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിധികളോ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകും. അല്ലെങ്കിൽ രമ്യമായിട്ട് അത്തരം കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കുന്നൊരു സമയമാണ്. വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാടുകൾക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള യോഗം കാണുന്നുണ്ട്. സ്വർണ്ണാഭരണങ്ങളും സമ്പാദിക്കാൻ ചിലർക്ക് സാധ്യതയുണ്ട്. സൈനിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ വാരം കൂടുതൽ ഗുണകരമാണ്.